മറക്കാൻ പറ്റുമോ? വിയപുരം ചുണ്ടൻ VBC കൈനകരിക്ക് അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയും. കാരണം കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ 5 മൈക്രോ സെക്കൻഡിന് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇക്കുറി തിരിച്ചടിക്കും, തിരിച്ചുപിടിക്കും എന്ന് ഉറക്കെ അവർ പറഞ്ഞുകൊണ്ട് വില്ലേജ് ബോർഡിലെ കൈനകരി ബിഫി വർഗീസിന്റെ നേതൃത്വത്തില് ബൈജു കുട്ടനാടിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയില് കടന്നു വരുമ്പോൾ പിടിച്ചു കെട്ടാൻ ആയാപറമ്പ് പാണ്ഡ്യ ശ്രമിക്കുന്നുണ്ട്, KCBC ബി ടീം ശ്രമിക്കുന്നുണ്ട്, രാജു കൊല്ലാറ് ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം വിയപുരം 1ാം ടാക്കിലൂടെ പിടിവിട്ടു വരികയാണ്. പിടിച്ചു കെട്ടാൻ ആരുമില്ലാതെ കടന്നു വരുന്നു. ധർമ്മശാസ്ത്രങ്ങൾ ജയശംഖമോദിയ കർമ്മഭൂവിന്റെ ഹൃദയ ശബ്ദങ്ങളിൽ ഇടനെഞ്ചിൽ കൈവച്ചു പറയുന്നു, ഞങ്ങൾ നേടും, ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് നേടണം. പർവ്വതമുടികൾ കയറിയിറങ്ങി പത്മസരസ്സുകൾ നീന്തി കടന്നു വരുന്നു വിയപുരം. വീരേതിഹാസങ്ങൾ, വിജയങ്ങളുടെ വീരേതിഹാസങ്ങൾ വിരചിക്കാൻ ഇതാ വിയപുരം വില്ലേജ് ബോർഡ് ഓഫ് കൈനകരിയുടെ നേതൃത്വത്തിൽ കടന്നു വരുന്നു. കണ്ടില്ലേ, എന്തൊരു ഉത്സാഹമാണ്, എന്തൊരു ഉന്മേഷമാണ്. വിയപുരം വില്ലേജ് ബോർഡ് ഓഫ് കൈനകരി എന്തൊരാവേശം. അപാര നീലിവയിങ്കൽ ഒരു ഉജ്ജ്വല വിഭാത താരം പോലെ കടന്നു വരുന്നു. കന്നിനിലാവും ഇളം വെയിലും വന്ന് ചന്ദനം ചാർത്തുന്ന നാട്ടിൽ, അതെ ഈ പുന്നമടക്കായലിൽ വിയപുരം വിജയങ്ങളുടെ വീരേതിഹാസങ്ങൾ വിരചിക്കുകയാണ്. കണ്ടില്ലേ, പങ്കായങ്ങൾ 5 പങ്കായങ്ങൾ കറങ്ങുകയാണ്. ലീഡിംഗ് ക്യാപ്റ്റന്റെ താളത്തിന് ഇതാ 1ാം തുഴക്കാരൻ കുനിഞ്ഞു കുത്തുന്നു. ആവേശം അണപൊട്ടുകയാണ്, നയമ്പുകൾ മുറുകുകയാണ്, ഞരമ്പുകൾ മുറുകുകയാണ്. എന്തൊരുന്മേഷം, എന്തൊരുത്സാഹം. നാദമനോഹര രൂപിണിമാരുടെ പാദസരങ്ങൾ കിലുങ്ങുകയാണ്. സപ്തസ്വരജല ദേവതമാരുടെ നൃത്തം കണ്ട് മയങ്ങുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈണം ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് കടത്തിവിട്ട് വിയപുരം പിടിവിട്ട് വരുമ്പോൾ ആയാപറമ്പ് പാണ്ഡി വളരെ പിന്നിലാണ്. അത് വിയപുരം അങ്ങനെ പറന്നെടുക്കുന്നു, കുതിച്ചെടുക്കുന്നു, കുതിച്ചു പായുന്നു. എന്തൊരു മത്സരം. ശരം വലിച്ചു തൊടുത്തതുപോലെ, ശരം വലിച്ചു തൊടുത്ത പോലെ 1000 പറക്കും തളികൾ പറന്നു വരുന്നത് പോലെ VBC കൈനകരി വിയപുരം വില്ലേജ് ബോർഡ് കൈനകരിയുടെ വിയപുരം ഫിനിഷിംഗ് ലൈൻ കടന്നു പോകുമ്പോൾ അങ്ങ് പുറകിലായി ആയാപറമ്പ് പാണ്ഡി അങ്ങനെ ആടി പാടി വഞ്ചിപ്പാട്ടിന്റെ താളരാഗലയ തരംഗങ്ങൾ അയവിറക്കിക്കൊണ്ട് കടന്നു വരുന്ന കാഴ്ച കാണുമ്പോൾ ശേഷം വിവരണത്തിന് ഓവർ ടു അജു മേൽപ്പാടം.